ഹായ് ഫ്രണ്ട്സ്, മൗലി ദ ഗ്രേറ്റുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ രാവിലെ പകർത്തിയിട്ടുണ്ടേ. പതിവ് പോലെ തന്നെ രാവിലെ 5 മണിയായപ്പോൾ എഴുന്നേറ്റു, കുളിയും മെഡിറ്റേഷൻ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കത്തിച്ചു. എന്നും ഇതിവിടെ പതിവാണ് കേട്ടോ. ഇങ്ങനൊന്ന് വിളക്ക് കത്തിച്ചിട്ട് വെളിയിലിറങ്ങി തൊഴുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുമാണ്. കഴിഞ്ഞ ദിവസത്തിനെക്കുറിച്ചെല്ലാം ഭഗവാനോട് നന്ദി പറയുക, പ്രപഞ്ചത്തോട് നന്ദി പറയുക, പരിസരമൊക്കെ ഇങ്ങനെ ഒന്ന് ചുറ്റി കാണുക. അപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ടേ ഞാൻ അടുക്കളയിൽ കയറും. എന്തോ അതങ്ങ് ശീലമാണ്, ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് രാവിലെ അതെല്ലാം ചെയ്ത് മനസ്സ് ഫ്രീ ആക്കി അടുക്കളയിലോട്ട് കയറി. ചായ ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അതൊന്നും പകർത്താൻ പറ്റിയില്ല. ഇന്ന് ഇഡലിയും സാമ്പാറുമാണ്. മാവ് അരച്ചു വെച്ചു. രാവിലെ മാവ് അരച്ചു വെക്കുമ്പോൾ അമ്മമാർക്കൊരു ഭയങ്കര സമാധാനമാണ് കിടന്നുറങ്ങാനായിട്ട്. രാവിലെ കാപ്പിക്ക് ടെൻഷൻ വേണ്ടല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർ, എന്നെപ്പോലുള്ള എല്ലാ അമ്മമാരുടെയും ചിന്തകൾ എന്തൊക്കെയായിരിക്കും അല്ലേ. ഒരു ദിവസത്തിൽ നാളെ എന്തുണ്ടാക്കും, ദോശയോ ഇഡലിയോ ഉണ്ടാക്കണമെങ്കിൽ പോലും തലേന്ന് അരി ഉഴുന്നു ഇടണം, അല്ലെങ്കിൽ പച്ചരി വെള്ളത്തിലിടണം. ഇതെങ്ങാനും മറന്നു പോയാലോ, കടലയോ ഗ്രീൻ പീസോ ഒക്കെയാണ് കറി വെക്കേണ്ടെങ്കിൽ ഇതും നമ്മൾ വെള്ളത്തിലൊക്കെ ഇടാൻ മറന്നു പോയാൽ എന്ത് ടെൻഷനാണ്. ഇതെല്ലാം ഓർത്ത് ചെയ്യാൻ അമ്മമാർക്കൊക്കെ ഉള്ള കഴിവ് ഭയങ്കരമാണ്. അതുപോലെ തന്നെ അച്ഛന്മാർക്കും ഉണ്ട്. എങ്കിൽ പോലും ചിന്തിക്കാറുണ്ട് കേട്ടോ, ഇതൊക്കെ നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ? നമ്മൾ ജീവിതത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഇതൊക്കെ തന്നെ പഠിക്കുന്നതാണ്. പച്ചക്കറി എല്ലാം ഫ്രിഡ്ജിൽ കിടന്ന് ചീത്തയായിപ്പോയി. അവസാനത്തെ കലാശക്കൊട്ടെന്ന് പറയില്ലേ, അവസാനം കിടക്കുന്ന പച്ചക്കറി എല്ലാം കൂടാണ്. ഇവിടെ സാമ്പാർ വെച്ചാൽ പൊതുവിലും ഞാൻ മാത്രമേ കഴിക്കൂ. ആരും ചോറിൻ്റെ കൂടെ സാമ്പാർ കഴിക്കാറില്ല. അപ്പോൾ ഇഡലിക്ക് ചമ്മന്തി അരച്ചാലും ഇച്ചിരി സാമ്പാറുണ്ടെങ്കിൽ മുക്കി കഴിക്കും, അല്ലാതെ ഒത്തിരി കഴിക്കാറില്ല, അത്രയേ ഉള്ളൂ. എന്തായാലും ഞാനതെല്ലാം കൂടെ വൃത്തിയാക്കി എടുക്കുക ഒരു സാമ്പാർ വെക്കാനായിട്ട്. മോരാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പിന്നെ ഇഡലി സാമ്പാറും ചമ്മന്തി എന്ന് പറയുമ്പം ഉള്ള പേര് മാത്രമേ ഉള്ളൂ. അപ്പുറത്ത് അടുപ്പിലോട്ട് ഞാൻ ഒരു വട്ടം ഇഡലി കോരി വെച്ചു. ഒരു 2-3 ചെറിയ ഇഡലിക്കൂട്ടമാണ്, 2-3 റൗണ്ട് വെക്കണം. വൈകുന്നേരം പലഹാരം ഉണ്ടെങ്കിൽ കഴിക്കാൻ ഇവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇഡലി അങ്ങ് ഉണ്ടാക്കിയിട്ടേക്കും. മാവ് ഉണ്ടെങ്കിൽ ചിലപ്പം സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പം ദോശയായിട്ടൊക്കെ ചുട്ട് കൊടുത്താൽ ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. പിന്നെ അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുള്ള കുറച്ച് പച്ചക്കറി അരിയാനുണ്ടായിരുന്നു. ആരും എഴുന്നേറ്റ് വന്നിട്ടില്ല കേട്ടോ. എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ ഓരോരുത്തരായിട്ട്. നമുക്കെന്തായാലും എഴുന്നേക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ ജോലികൾ രാവിലെ തുടങ്ങണ്ടേ. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ഓരോ ജോലികൾ തീർക്കുക. ഇഷ്ടംപോലെ തുണിയൊക്കെ കഴുകാനുണ്ട്. അതാണ് രാവിലെ ടെൻഷൻ പിടിച്ച് ജോലി തീർക്കുന്നത്. സ്കൂളിൽ അവർക്ക് ചോറ് കൊണ്ടുപോകണമെങ്കിൽ സാമ്പാറും കൊണ്ടൊന്നും പോകത്തില്ലെന്നേ. പച്ചമോര് ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് പച്ചമോരും ചമ്മന്തിയും വാഴയ്ക്കയുണ്ട്, വാഴയ്ക്കയും മെഴുക്ക് വരട്ടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഡലി എടുത്ത് കേട്ടോ. അതിനിടെ ഞാൻ പോയി തല തോർത്തി മുടിയെല്ലാം കോതിയിട്ടു. പൊതുവെ അടുക്കള നിൽക്കുമ്പോൾ മുടി അഴിച്ചിടാറില്ല, മുടി പറന്ന് വീണാലെന്ന് ഓർത്ത്. പിന്നെ ഞാൻ പോയി അങ്ങനെ ചെയ്തു. മോൾ എഴുന്നേറ്റ് വന്നു. അവൾക്കപ്പോൾ ചായ എടുത്ത് കൊടുക്കുക. അവളോട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. അവൾക്ക് ഇന്ന് എക്സാം തുടങ്ങുക. വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. പിന്നെ അവൾ അടുക്കളയിലുണ്ടെങ്കിൽ ഞാൻ പിന്നെ വാ പൂട്ടണ്ട, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇഡലി അങ്ങ് എടുക്കുവാണേ. ഇഡലിയുടെ പുറത്ത് ഇച്ചിരി വെള്ളം ചൂടോടെ ഇറക്കി വെച്ച് കഴിയുമ്പോഴേ കുറച്ച് വെള്ളം തളിക്കും. വെക്കുന്നതിന് മുമ്പ് നമ്മൾ തട്ടിൽ വെളിച്ചെണ്ണ പുരട്ടിയില്ലേ, അപ്പം വെള്ളവും കൂടെ തളിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അടന്ന് വരികയും ചെയ്യും, ഇഡലി തണുക്കുകയും ചെയ്യും. ചിലപ്പോൾ എണ്ണ പുരട്ടിയാലേ പെട്ടെന്ന് എടുക്കുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിക്കും. ഇതാകുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ചിലർ വേറെ ടെക്നിക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ വീഡിയോയിലൊക്കെ, തുണി ഇട്ടിട്ടൊക്കെ എടുക്കുന്നത്. എനിക്ക് പക്ഷേ ഇതാകട്ടെ എളുപ്പം. ചൂടുണ്ടായിരുന്നു, എൻ്റെ കൈ പൊള്ളി. ഞാൻ പെട്ടെന്നൊരു തുണി എടുത്തങ്ങ് പിടിച്ച് വെച്ച്, ടർക്കി തുണി. സാമ്പാറിൻ്റെ പരിപ്പാണ് കുക്കറിൽ കഷ്ണമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടേ ഉള്ളൂ. പരിപ്പ് വെന്ത് വരുമ്പോഴേ ഞാനതങ്ങ് എടുത്ത് മാറ്റിയേക്കും വെന്ത് കഴിയുമ്പം. എന്നിട്ട് കുക്കറിലിട്ട് കഷ്ണം ഒന്ന് അടിക്കും. കഷ്ണം നല്ലോണം വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കൂട്ടിയെടുക്കാറുള്ളൂ കേട്ടോ. സാമ്പാർ പൊടി ഉപയോഗിക്കുന്നത് കുറവാണ്, നമ്മൾ തന്നെ കൂട്ടിയെടുക്കും. ചിലപ്പോൾ ധൃതിയൊക്കെ നിൽക്കുമ്പോഴേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്നത്, സാമ്പാർ പൊടി ഉപയോഗിക്കുന്നത്. അതും ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. അടുത്ത തട്ടിടൽ ഞാൻ ഒഴിക്കുകയാണ്. ദോശയാണ് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ദോശ ചുട്ട് നിൽക്കുമ്പോഴേ സമയം പോവും. ദോശയാകുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ചൂടോടെ വേണം, വരുന്നതനുസരിച്ച് ചുട്ട് കൊടുക്കാൻ നിൽക്കണം. അതെനിക്ക് പാടാം, എൻ്റെ സമയം പോവും. ഇന്നാണെങ്കിൽ ഇഷ്ടംപോലെ തുണിയൊക്കെ കഴുകാനുണ്ട്. 2 ദിവസം മഴയല്ലായിരുന്നോ, അപ്പോൾ അതെല്ലാം കഴുകി ഉണക്കണം. അപ്പോൾ പിന്നെ ഒത്തിരി താമസിക്കും. അതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും എടുക്കാനും പറ്റില്ല കേട്ടോ. കുറച്ച് വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. എല്ലാവരെയും പോലെ ഇങ്ങനെയൊക്കെയാണെന്നേ ഇവിടുത്തെ ഒരു ദിവസവും. രാവിലെ തിരക്കായിരിക്കും മക്കൾ പോകുന്നത് വരെ. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളല്ലേ നമ്മുടെ തലയിലൂടെ പോകുന്നത്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഞാൻ ഇഡലി പകർത്തി മാറ്റി വെച്ചു. നമ്മുടെ പുറകിലൊരു മത്തൻ പിടിച്ചിട്ടുണ്ടേ, മത്തങ്ങ. അപ്പം അതൊന്ന് പറിച്ചുകൊണ്ട് വരാമെന്നും കരുതി ഞാൻ വെളിയിലോട്ട് ഇറങ്ങുക. അവളതേ ഉറക്കപ്പിച്ചയായിട്ട് വന്നിരിപ്പുണ്ട്.
വേറെന്താ, ഇനിയിപ്പം മീൻ വാങ്ങിക്കണം. ചോറ് വെച്ചിട്ടുണ്ട്, റൈസ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. മീൻ വാങ്ങിച്ച് മീൻകറി എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണം. ബാക്കി സാമ്പാറും വാഴയ്ക്ക ഉണ്ടല്ലോ, കഴിച്ചാലും ഇല്ലെങ്കിലും ഉച്ചയ്ക്ക് സാമ്പാർ അങ്ങ് വെക്കുമെന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.